പോയേ എന്താ ഇന്നെ കണ്ടിട്ടില്ലേ? ഇയെന്തവിടെ? ഇയെന്തവിടെ? ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിട്ടേ. ഇജാ പിരിവാരെ കണ്ടിട്ട് ഒളിച്ചത് നല്ല കള്ളനായി. അതെങ്ങനെ എനക്ക് മനസ്സിലായി? ഞാനും അവരെ കണ്ടിട്ട് വിളിച്ചു തന്നെ. പിരിവ് കൊടുക്കാൻ പഠിച്ചിട്ടാ? ഓ 10-35 കൊല്ലം ഗൾഫിൽ നിന്ന് സമ്പാദിച്ചിട്ടൊരു വലിയ വീടും വെച്ചിട്ട് ഈ പിസ്ക് നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭാവന കൊടുത്തുവിടാ. എടോ ചങ്ങായി, ഞാൻ 10-35 കൊല്ലം ഗൾഫിൽ പോയി അധ്വാനിച്ച് കായ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെ. ആ കായൊക്കെ ഇപ്പൊ മക്കളുടെയും ഭാര്യയും കയ്യിലാന്ന് മാത്രമേ ഉള്ളൂ. ഇതാ എന്റെ ആ വീട്ടില് ആ ബാത്റൂമിൽ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ഓളോട് ചോദിക്കണം എന്നാ. ഞാനേ ഈ പെൻഷന് ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചതേ. അതെ. ഇപ്പൊ വരുമാനമില്ല. പണിയുള്ള സമയത്ത് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പൊ പെൻഷനൊക്കെ പറ്റി കഴിഞ്ഞപ്പോ ചായ കുടിക്കണമെങ്കിൽ മാന്റെ അടുത്ത് ഇറക്കേണ്ട അവസ്ഥ. ഈ സമയത്ത് കാശില്ല എന്ന് പറഞ്ഞ അവര് വിശ്വസിക്കോ? ജോലി ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ കാശ് സംഭാവന എണ്ണി കൊടുത്തിരുന്ന ആളാ ഞാനേ. എന്റെ സുഹൃത, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാന്നുള്ള ഒരു ഇതെങ്കിലും എനിക്ക് നാട്ടില് കിട്ടും. എന്റെ സ്ഥിതി ആലോചിച്ച് നോക്ക്. 2 വർഷം കൂടുമ്പോ നാട്ടിലേക്ക് വരിക. അപ്പൊ എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ ഭാര്യ വീട്ടുകാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ കിടന്ന് ഇപ്പൊ നാട്ടുകാർക്ക് എന്നെ കണ്ടുകൂടാണ്ടുമായി, ഇവർക്ക് എന്നെ അംഗീകരിക്കാനും പറ്റാണ്ടായി. പോരെ, ഇതാണ് എന്റെ സ്ഥിതി. ഒരു സമാധാനം എന്ന് പറഞ്ഞ് കുറച്ചേരായിട്ട് ഇങ്ങനെ കിട്ടണില്ല. ഈ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ കാണാറുണ്ടോ? ചിലരൊക്കെ കാണാറുണ്ട്, പക്ഷെ ഞാൻ സംസാരിക്കാനൊന്നും പോവാറില്ല. നമ്മുടെ ഈ വിഷമം എന്തിനാ അവരോട് പറഞ്ഞിട്ട് വെറുതെ സമയം കളയും? അതല്ലടോ, എല്ലാവരും കൂടിയൊക്കെ ഒന്ന് കൂടി കാണാനും ഒന്നിരുന്ന് സംസാരിക്കാനൊക്കെ ഒരു തോന്നല്. അതിന് വേണ വഴി ഉണ്ടാക്കാം. നമ്മുടെ ഇവരൊക്കെ മൊയ്തു, ഉണ്ണി, ഇവരൊക്കെ എവിടെ? അവരൊക്കെ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ മന്മഥനൊക്കെ. മന്മഥനൊക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഉണ്ട് അല്ലേ? എത്ര നാടായി ഈ പഹരൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്നാലേ ഞാൻ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ വേണ്ടിട്ട് ഒരു ദിവസം കൂടി തീരുമാനിച്ചാലോ? അത് വളരെ നന്നായിരിക്കും. ഒരു ആശ്വാസം കിട്ടും. നമ്മുടെ ആ പഴയ ഇരിപ്പുണ്ടല്ലോ, ആ ഒരു വർത്താനവും ആ ഒരു കളിയും ചിരിയൊക്കെ വെറുതെ അല്ല മനസ്സൊക്കെ ഞാൻ ഏർപ്പാടാക്കാം. പോയിട്ടോ. എന്ത്? അല്ല പിരിവുകാരേ. അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ 5 മിനിറ്റ് വഴിക്കാൻ മതി. അപ്പൊ മരുവോള് കടന്ന്. ശരിയാ, അതൊക്കെ ശരിയാ. മൂന്നാമത്തെ കുട്ടീനെയും കൂടി കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോഴേക്ക് കുത്തുപാലെടുത്ത അവസ്ഥയിലായി. ഇന്ത്യത്തങ്ങൾ പറഞ്ഞ 3 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കാന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് ഇന്ത്യത്ത അതിന്റെ മീൻ കച്ചവടം കൊണ്ട്. അപ്പൊ 3ാമത്തെ മോളെ കല്യാണം കഴിപ്പിച്ച് അയപ്പിച്ചപ്പോ ഓള് പറഞ്ഞ് ഇനി ഉപ്പ മീൻ പണിക്കൊന്നും പോണ്ടാന്ന് ആന്നൊക്കെ പറഞ്ഞ് കുറച്ചുകാലം നിർത്തി. പിന്നെ പറ്റണില്ല കോയ, അതില്ലാണ്ട് പറ്റൂല. ഇപ്പൊ ചെറിയോളെ കല്യാണത്തിനെ വീട് വരെ പണം വെച്ചിക്ക. അല്ലപ്പ എന്റെ മരുമക്കളൊക്കെ എങ്ങനെ? മരുമക്കളെ കാര്യമൊന്നും പറയാണ്ടൊക്കെ വേദം. അതൊന്നും ഒരു കുണത്തിലായില്ല കോയ. അല്ലപ്പോ മക്കളുടെ വീട്ടിലൊക്കെ പോവാറില്ലേ? പോവുണ്ടോന്ന് ചോദിച്ചാ പോവും. പക്ഷെ അവിടെ നിൽക്കാനും തോന്നൂല. കാരണം ഓരോ മുറിമുറിപ്പൊക്കെ കേട്ടിട്ട് നമ്മൾ എത്ര അവിടെ നിൽക്കാം. ഞാനും സൂര്യ ഇവിടെ തന്നെ. അല്ല ഇപ്പൊ എന്റെ സ്ഥിതി എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ട കാലൊക്കെ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇതായി പറഞ്ഞൊക്കെ ഉണ്ടാക്കി കൂട്ടി. എന്നിട്ടിപ്പോ എന്താ, ഇപ്പൊ മുതലൊക്കെ അവരൊക്കെയാണ്. അവര് പറഞ്ഞതിനനുസരിച്ച് വേണം ഇപ്പൊ ഞാൻ ജീവിക്കാനെന്നാ നിലപാട്. ഇപ്പൊ മോളുടെ പോയേക്കപ്പരൊക്കെ പാടെ പെണ്ണുങ്ങളൊക്കെ എല്ലാരും കൂടി പോയേക്ക. അപ്പൊ ഇന്നിപ്പോ കാലിരിച്ചേക്കപ്പെടേ. അതാണ് നിങ്ങള് വിളിച്ചപ്പോ നിങ്ങള് ഇങ്ങോട്ട് പോന്നോളി എന്ന് പറഞ്ഞത്. അല്ല അപ്പൊ അവരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൂടിക്കാഴ്ച തീരും വേണം. അല്ല അതിപ്പോ എല്ലാവരുടെയും കണക്ക് തന്നെ. ഇതപ്പൊ കണ്ട നേരെ ഇനി കുറച്ചാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എണ്ണം പുറത്തിങ്ങനെ നിൽക്കണ്ടാവും. എവിടേക്കാ പോയി ചോദിച്ചിട്ട്. അത് പിന്നെ സ്നേഹം കൊണ്ടാ വിചാരിക്കാ. നല്ല സ്നേഹ. ഇവിടെ എടുപ്പത് പണിയുണ്ട് അവിടെ. അതെന്താ എടുക്കാത്തതെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാവും നിൽക്കണ്ടാവും അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ. ആരും മോനും വരുള്ളൂ. പിന്നെ ഒന്നും പറയണ്ടടോ. ഇവന്റെ കാര്യത്തിൽ പിന്നെ ആ ഒരു സങ്കട. ഓള് മരിച്ചതിന് ശേഷം ഇവന്റെ കാര്യം കട്ട പോകെ. ഒരു സത്യം പറയാലോ, പെണ്ണ് പോയാൽ കഴിഞ്ഞു. മക്കളൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് നേരെ സൂതാജി പറഞ്ഞു. പെണ്ണ് പോയ കണ്ണ് പോയ പോലെ. എനിക്കിപ്പോ എന്താ തോന്നുന്നു അറിയോ? സത്യം പറഞ്ഞാല് ഇതാ ഓന്റെ മാതിരി പെണ്ണും കട്ടാണ്ട് നടക്കാം. ഒരടങ്ങ് പറയണ്ട. ശരിയാ. എനക്കൊരു കുഴപ്പമില്ല. കുടുംബമില്ല, കുട്ടികളില്ല, ഭാര്യയില്ല, ഒരു കുഴപ്പമില്ലാണ്ട് പോകും. എന്റെ പോരാട്ടമാണ് എന്റെ ജീവിതം. എന്റെ സോഷ്യസമാണ് എന്റെ സന്ദേശം. കുഴപ്പമുള്ളൂ. ആ കുഴപ്പം മാത്രമേ ഉള്ളൂ. കണ്ട ഒരു കുഴപ്പമില്ല. എടോ എണീറ്റ് നടക്കാൻ പറ്റില്ല പോലീസിന്റെ ഇടി കൊണ്ടിട്ട്.
പോരാട്ടം പോരാട്ടം ഈ ഷർട്ട് മാറ്റുന്നില്ലേ ഇത് മാറ്റിയാ ഞാൻ തീർന്നു. എപ്പൊ നോക്കിയാൽ ഈ മറ്റോളം എന്താ കുറക്കുമ്പനെ കണ്ടാലേ കാണൂല. നമസ്കാരം. ഞാൻ ഒരു കസാര എടുത്തിട്ട് വെച്ചെന്നാ നിങ്ങൾ അവിടെ ഇരിക്കേ. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു കസാര എടുക്കട്ടെ. ഞാൻ ഉണ്ണിയൊക്കെ എത്രയോ വർഷം ഒരു ബെഞ്ചിരുന്ന് പഠിച്ചല്ലോ. അല്ല അതെ, അല്ല ഈ ഒത്തുകൂടൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കി സുഹൃത്തുക്കളൊക്കെ ഇവിടെ കുപ്പിയൊന്നും ഇല്ലേ? മന്മത ഇപ്പൊ തന്നെ കുറച്ച് ഓവറാ. ഇനിയും വേണം എനിക്ക് മോന്തായി. ഇത് 2.5 അടിച്ചു. എന്തെന്റെ മന്മത എന്നപ്പോ ഈ ജാതി പണിയൊക്കെ തുടങ്ങിയത്? എല്ലാ ദിവസവും രാത്രിയും പകലും തന്നെ കോലം. അതെ, ജീവിതം കൈവിട്ട് പോയാൽ എന്ത് രാത്രി എന്ത് പകല്. അപ്പൊ ഒന്നല്ല കോയ, ഓന്റെ കെട്ടിയോള് പോയ അന്ന് തുടങ്ങിയാണോ ഓന്റെ കള്ളൂരി? മരിച്ചോ? മരിച്ചെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്റെ മുഴുവൻ സമ്പാദ്യം എടുത്തോണ്ട് അവളൊരു അലവിലാതിയുടെ കൂടെ ഒളിച്ചോടി പോയി. കോയൊക്കെ ഒരു മോനുണ്ട്, അവനും പോയി. അവനും ഓടിച്ചോടിയോ? അല്ലെന്ന്, അവൻ ഒരു പെണ്ണ് കെട്ടിട്ട് അവളെ വാക്കും കേട്ട് നേരെ അവളുടെ കൂടെ കാനഡയിൽ പോയി. എനിക്കാരുമില്ല. ചൂഷണത്തിന് അടിമത്തത്തിന് സന്ധിയിലെ സമരം നടത്തേണ്ട സമയം കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ ഈ ജാതി വർത്താനം. അതെ, ഞാൻ ഇപ്പൊ പഴയ മന്മഥ മുതലാളിയല്ല. ഞാൻ വെറും മന്മത ആരുമില്ല എനിക്ക്. പോട്ടെ ഞാൻ അങ്ങനത്തെ ഒന്നും ആലോചിക്കരുത്. സമാധാനം പോയില്ല പടച്ചോനെ. ഞാൻ എന്റെ ഇടങ്ങളായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടി മതിയായിരുന്നു. ഇപ്പൊ എല്ലാരും ഒക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ഒന്ന് സന്തോഷിക്കാലോ എന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ എല്ലാരും ഇടങ്ങളാ ഞാൻ കേൾക്കണം. ഇപ്പൊ സത്യം പറഞ്ഞാല് നമ്മുടെ കൂട്ടത്തിൽ സന്തോഷത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനും ഇല്ലാതെ ഇല്ലാന്ന് പറയരുത്. ഒരാളുണ്ട്. ആര്? നമ്മളെ റിട്ടയർഡ് കാണല് സത്യശീലൻ. മൂപ്പര് ഫുൾ ടൈം ഹാപ്പി അല്ലേ? ഇതെന്താ പ്രശ്നം അറിയാമോ? ജീവിതത്തെ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് കാണണം. നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം പോയില്ലേ? ശരിയാണ്, പോയില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അത് എങ്ങനെയാണ് എന്റെ സത്യം? അതല്ല അറിയാത്ത. ഇപ്പൊ സുഗതന്റെ കാര്യം തന്നെ എടുക്ക്. സുഗതം എന്താ റിട്ടയർ ചെയ്തേ ഉള്ളൂ അല്ലേ? സുഗതനെ മുഖത്തേക്ക് നോക്ക്. അല്ല, മൊത്തത്തിലൊരു സങ്കടഭാവല്ലേ അല്ലേ? ഒരു നിരാശ. എന്തിനാ നിരാശ? വിചാരിച്ച പോലെയല്ലടോ, ജീവിതമൊക്കെ പോയി. ഇതാണ് പ്രശ്നേ. ഈ മനസ്സിന്ന് ഇത്തരം ചിന്തകളാണ് ആദ്യം കളയേണ്ടത്. സുഗത കോയം വേറൊരു അർത്ഥത്തില് വലിയ വീടൊക്കെ വെച്ച് വലിയ ഭാര്യയും 5-6 കുട്ടികളും. അല്ല, കുട്ടികളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ അവര് കുട്ടികളില്ലേ? ഇല്ലേ? ഇത്രയും കാലം അവർക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇനി നമുക്കൊക്കെ വേണ്ടി തന്നെ ജീവിക്കണം. വലിയ വലിയ മഹാന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള കാലത്ത് അത്ര ഗംഭീരമായിട്ട് ജീവിച്ചിട്ടുള്ളത്. ശരിയാണ് കേട്ടാ. ജോൺ ഡൊണാൾഡ് ഡിക്കോസ്റ്റോന്റെ പുസ്തകത്തിൽ 2ാമത്തെ പേജില് 3ാമത്തെ കോളത്തിൽ കൃത്യമായിട്ട് ഈ ഒരു സംഭവം പറയുന്നുണ്ട്. ആര്? ജോൺ ഡൊണാൾഡ് ഡിക്കോസ്റ്റോ. എന്ത് വായിച്ചാലും നല്ല ബുദ്ധിയിൽ നിൽക്കുന്ന ആളാണ്. അത് ശരിയാ. തന്നെ ഇപ്പൊ ഈ കോലത്തിലായി. മന്മഥന്റെ കുഴപ്പമില്ല. ജീവിതത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അല്ലേ? എന്റെ ജീവിതത്തിന്റെ എന്റെ മുഴുവൻ അധ്വാനം, എന്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടാണ് അവൾ ആ കാമുകൊണ്ടോട് ഒളിച്ചോടി പോയത്. പിന്നെ നമ്മൾ വന്നപ്പോ ഒന്നും കൊണ്ടുപോകുന്നൊന്നും അല്ലല്ലോ, പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്താ പ്രശ്നം? ഞാൻ പറയുന്നത് എന്താ പോയാ, മന്മഥൻ ഒരു കല്യാണോടെ കഴിച്ചിട്ട് സുന്ദരമായിട്ട് ജീവിക്കണം അല്ലേ? ഇനി ഈ വയസ്സാം കാലത്ത് കല്യാണം പോലെ ഒന്ന് ചുമ്മാ സത്യ. എന്താണ് ഈ വയസ്സ്? വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സംഖ്യയില്ലേ? നമ്മുടെ മനസ്സല്ലേ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്തണം. സംഖ്യാരാജ പറഞ്ഞിട്ട് നമ്മളെ കൂട്ടാക്കണ്ട. ഞാനിപ്പോ ഇവിടെ കുറെ മരിച്ച ആളുകളുടെ ഇടയിലാണോ ഇരിക്കുന്നത് എന്നാണ് എന്റെ ഒരു തോന്നൽ. അല്ല, മരിച്ചാ ചെല്ലണ്ടാണ്. അല്ല, അങ്ങനെ മരിച്ചതെന്നല്ല, നിങ്ങൾ മനസ്സുകൊണ്ട് എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇജ്ജ് ഞങ്ങളുടെ റൂഹ് നോക്കിയിട്ടാ സംസാരിക്കുന്നത്. റൂഹ് നോക്കിയിട്ടൊന്നുമല്ല. ആദ്യം നിങ്ങൾ ഈ ജീവിതത്തോടുള്ള മടുപ്പാണ് മാറ്റേണ്ടത്. ഇത്രയും കാലം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അതെ, സത്യത്തിൽ അതാണ് മടുപ്പുണ്ടാക്കിയത്. ശരിയല്ലേ? ഇനി എന്ത് വേണമെന്ന് വിചാരിച്ചാല്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അപ്പൊ അതിന് പല വഴികളുണ്ട്. ഞാൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോ
നമ്മുടെ ഈ മടുപ്പൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മാർഗമാണ് യാത്ര. അതെ അതെ. കോയ എവിടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഞാന് സൗദി എയർപോർട്ട്, എന്റെ കൂടി എയർപോർട്ട് സൗദി. അല്ല അത് അച്ഛന് പോയപ്പോ പോയതല്ലേ? അല്ലടൊക്കെ ജിദ്ദയിലല്ലായിരുന്നു പണി. അച്ഛന് പോയിട്ടുണ്ട്. അത് ശരിയാ. ഞാൻ ഊട്ടി, കൊടൈക്കനാല്, മൂന്നാറ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. സുഗതൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ഈ അഗ്രികൾച്ചറിലായിരുന്ന സമയത്ത് നമ്മുടെ അട്ടപ്പാടി, മുത്തങ്ങ, അങ്ങനത്തെ 2-3 സ്ഥലം. പാടിയൊക്കെ ഇവിടെ അടുത്ത്. അത് ഒന്നാമത്തെ ജോലിക്ക് പോയതാണ്, അതും ടൂറ് പോയതല്ല. ഇതെയോ? നമ്മൾ കോഴിക്കോട് അങ്ങാടി വിട്ടിട്ട് ഒരു ലോകം കണ്ടില്ല. അല്ല, അപ്പൊ ഈ പട്ടാളം ഉദ്ദേശിച്ചത് നമ്മുടെ മഹാത്മാവ് നടത്തിയ ദണ്ഡി യാത്ര പോലെയാണോ നമ്മൾ നടത്തേണ്ട യാത്ര? അതെ 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 അതെ. അതന്നെയാ? ഓ അതന്നെയാ. അപ്പൊ ആർഷഭാരത സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ വന്ന ക്ഷുദ്രശക്തികളെ ഈ നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് പോരെ നമ്മുടെ യാത്രകൾ. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും അങ്ങ് തട്ടിയാ പോരെ. ഉണ്ണിയെ ഈ കൊട ഉണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ കുത്തി നടക്കാൻ വേണ്ടി മാത്രല്ല, അതിന്റെ മോന എന്റെ വായന അങ്ങോട്ട് കുത്തി. ചേട്ടാ നിങ്ങൾ കാര്യത്തിലേക്ക് വരും. എവിടേക്ക് പോയി നമ്മൾ ഈ യാത്ര? എവിടേക്ക് പോകുന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്തായാലും യാത്ര തീരുമാനിക്കുക. തീരുമാനിച്ചു അല്ലേ? എന്നിട്ട് ആ യാത്രയിൽ വെച്ചിട്ടാവാം നിങ്ങളുടെ മനസ്സിന്റെ മടുപ്പ് മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ തീരുമാനിക്കാം. എന്തേ? കുപ്പി ഉണ്ടെങ്കിൽ മടുപ്പ് മാറും. കുടിക്കാൻ വേണ്ടിട്ടല്ലല്ലോ പോണം. അല്ല നമ്മുടെ സുഖത്തിന്റെ മുഖത്ത് എന്തോ ഒരു ഭസ്മുണ്ടല്ലോ. എന്താ? അല്ല, ഈ യാത്ര എന്നൊക്കെ പറയുമ്പോ അത് പണച്ചെലവുള്ള കാര്യമില്ല. ഈ പൈസയുടെ കാര്യം വിട്, ചെലവിന്റെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ അപ്പൊ എന്തായാലും തീരുമാനിക്കല്ലേ? എന്നാ വെക്ക് കൈ. തന്നെ പണി. അപ്പൊ നമ്മുടെ യാത്ര ഫിക്സ്. അതെ, നിങ്ങളുടെ അച്ഛൻ ഇപ്പഴെങ്ങാനും വരുവോ? വരൂടി ഇവിടെ അടുത്തെങ്ങാണ്ട് പോയതല്ലേ? എപ്പ ഇറങ്ങി പോയതാ? എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. കഴിഞ്ഞിങ്ങാട് വരും. ഇപ്പൊ വരാന്ന് പറഞ്ഞല്ലേ വിളിച്ചപ്പാ. ഞാനൊരു കാര്യം പറയാം, അച്ഛനെ ഈ പ്രായത്തിൽ ഇങ്ങനെ കറങ്ങാൻ വിടുന്നത് അത്ര നല്ലതിനല്ല. പിന്നെ പിടിച്ചാ കിട്ടത്തില്ല കേട്ടോ. അച്ഛനാന്നാക്കി നിൽക്കുക, എന്നെ ഒതുക്കിയിട്ടേക്കാണ് അവള്. എടി ഇപ്പൊ വരുവോടി, ഞാൻ ഫോണിൽ വിളിച്ചപ്പോ നടക്കണ്ട് ഇങ്ങാടെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. എത്ര നേരമായി? എപ്പ പോയതാ ഇത്? വെറുതെ കിടന്ന് കയറ് പൊട്ടിക്കല്ലേടി, ഒരു കാര്യത്തിന് പോയതല്ലേ. അതെ, എന്താണ്? അച്ഛനോട് പറഞ്ഞേൽപ്പിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ പറഞ്ഞോ അത്? പറയാടി. ഇത് എന്ന് പറയാനായിട്ടാണ്? നിങ്ങൾ പറയാന്ന് പറയുന്നല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. ഇതുവരെ കാര്യങ്ങൾ പറയണതിന് മരുങ്ങില്ലേ? എന്റെ അച്ഛനല്ലേ അത്. നിങ്ങൾ മരുങ്ങ് നോക്കിയിരുന്നോ കേട്ടോ. നീ മിണ്ടാതിരിക്കും, ഞാനത് അതിന്റേതായ നയത്തിൽ അവതരിപ്പിച്ചോളാം. പറഞ്ഞാ മതി. അച്ഛൻ വരുന്നുണ്ട്, നീ ഒന്നും മിണ്ടാ നിക്കണ്ടാട്ടെ, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇറങ്ങയില്ലേ? ഇത് എവിടെ പോയി കിടക്കായിരുന്നു അച്ഛൻ? എത്ര നേരം യാത്രയായി നിൽക്കണ്? ഒരു വഴിക്ക് പോകണ്ടല്ലേ ഇത്? അല്ലടാ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വഴിക്കേ എന്റെ പഴയ സുഹൃത്ത് രാഘവനൊന്ന് കണ്ടു. അവനായിട്ട് കുടുംബകാര്യം പറഞ്ഞിരുന്നപ്പോ ഒരു 5 മിനിറ്റ് വൈകി. നിങ്ങൾ ഇറങ്ങിക്കോ. ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാഘവനായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ചെന്നിട്ട് കാര്യമുള്ളതാണ്. നനി സമയം കളയണ്ട, പൊക്കോ. അച്ഛാ, 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായി അച്ഛനോട്. എന്താ? വന്നിട്ട് പറഞ്ഞു. എന്താടാ പറ. അത് നമ്മുടെ സ്കൂട്ടർ ഇവിടെ വെറുതെ ഇരിക്കാനല്ലോ, ഇപ്പൊ ആരും ഉപയോഗിക്കാതെ. അത് ഞാൻ എന്നോട് പറയാതിരിക്കായിരുന്നു. അത് കിട്ടിയ വിലക്ക് അങ്ങോട്ട് വിറ്റോ. വിൽക്കാനല്ല, അച്ഛനത് ഉപയോഗിച്ചിരുന്നതാണല്ല. അപ്പൊ ആ സ്കൂട്ടറിൽ നമ്മുടെ ആരോമലിനെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയി ആക്കണം അച്ഛൻ നാളെ രാവിലെ തൊട്ട്. അയ്യോ, ഞാൻ ഓടിച്ചു കൊണ്ടേക്ക്. അച്ഛന് ഓടിച്ചിരുന്നല്ലേ അത്? അല്ല, കൊണ്ടാക്കിയാൽ മാത്രം പോരല്ലോടാ, തിരിച്ചു കൊണ്ടേ. അത് കുഴപ്പമില്ല അച്ഛാ, തിരക്ക് പിടിച്ചൊന്നും ഓടിക്കണ്ട. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓടിച്ചാ മതി. 2-3 മാസം കഴിയുമ്പോ അത് ശീലമാവൂലേ? അത് മാത്രമല്ല, നമ്മൾ വെറുതെ വണ്ടിക്കാർക്ക് പൈസ കൊടുക്കണ്ടല്ലോ. കാരണം നമുക്കൊരു സമാധാനമുണ്ട് അല്ലേ? പൈസയുടെ അല്ല അച്ഛാ, ഈ പിള്ളേരെല്ലാരും കൂടി വിരകിയാണ് അങ്ങോട്ട് കൊണ്ടുപോണതും കൊണ്ടുവന്നതും. അപ്പൊ ഇതാവുമ്പോ അച്ഛൻ സുരക്ഷിതമായിട്ട് അവൻ ഒറ്റക്ക് കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുമല്ല. അത് നമുക്കൊരു സമാധാനം. ശരി. പിന്നെ അച്ഛാ, പച്ചക്കറിയുടെ ലിസ്റ്റ് ഞാൻ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ടൗണിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചാൽ മതി, അവിടെ ആവുമ്പോ ഓഫറുണ്ട്. അല്ല, അത് നിങ്ങൾ വരുമ്പോ പഠിച്ചാ പോരെ. ഞങ്ങൾ ഒരുപാട് വൈകി വെച്ചാ ഞങ്ങൾ പോയ കാര്യം നടക്കണ്ടേ.
അച്ഛൻ അവിടെ സഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്, ലിസ്റ്റും പൈസ ഉണ്ട്. അച്ഛൻ അതൊന്നും മേടിക്കും. പിന്നെ റേഷൻ കടയിലും വേണ്ട, റേഷൻ കടയിൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇന്ന് പച്ചക്കറി മേടിച്ചിട്ട് നാളെ റേഷൻ മേടിക്കാം അല്ലേ? മതി. പിന്നെ വെറുതെ നിൽക്കുമ്പോ ആ വണ്ടി ഒന്ന് ഓടിച്ചൊന്ന് കൈ അണങ്ങിക്കോ. ഇനി ആരോമലായിട്ട് ഉരുണ്ടു വീഴാൻ നിൽക്കണ്ട അല്ലേ? അന്ന് ഇറങ്ങട്ടെ അച്ഛാ. അതെ പ്യാരിയേട്ടാ, നമുക്ക് 2 ആടിനെ കൂടെ മേടിച്ചാലോ? അതാകുമ്പോ പാലിന്റെ പൈസ നമുക്ക് ലാഭിക്കല്ലോ. അച്ഛൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. അതെ, പിന്നെ ആലോചിക്കും. ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞു. ശരി എന്നാ വാതിലൊന്നും തുറന്നിട്ടെങ്ങും പോവല്ലേ, വാതിൽ കണ്ടാണം.